അത് എനിക്കെന്താ ഇങ്ങനെ കണി വെച്ചിട്ട് അവിടുന്ന് ഇവരെയൊക്കെ ഇത് കാണിച്ച് പൈസയൊക്കെ കിട്ടി ഞാൻ എന്താ കോടീശ്വരിയാവാൻ പോകുന്നുണ്ടോ? അപ്പോൾ ഇന്നലെ ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു, ഞാൻ റോഡ് സൈഡിൽ കണി വെച്ചതെന്ന് പറഞ്ഞു. ഞാൻ ആ ടീച്ചറെ വിളിച്ച് സംസാരിച്ചു. ടീച്ചറെ, ഞാനൊന്നുമല്ല കണി വെച്ചത്. ജസ്ന സലീം റോഡുമല്ലി കണി വെച്ചിട്ടുണ്ടേ നിങ്ങൾ പരാതി കൊടുത്തോളൂ, എനിക്ക് വിരോധമല്ല. ഞാൻ ഏതായാലും കണി വെക്കാൻ പോയിട്ടില്ല. ഞാൻ കണി വെച്ചെടുത്തുനിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കണി വെച്ചതാണ്, കണിക്കൊരു മഹത്വമുണ്ട് എന്ന് പറയാൻ നിങ്ങൾ എന്നെയല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. കണിക്ക് മഹത്വമുണ്ടെങ്കിൽ അത് ആ റോഡുമേൽ വെച്ച ആൾക്കാരാരോ അവരോട് പോയി പറയണം, വിഷുക്കണിക്കൊരു മഹത്വമുണ്ട്, റോഡുമേൽ വെക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ഹൈന്ദവരോട് പറഞ്ഞു കൊടുക്കൂ. എന്നോടല്ല പറയേണ്ടത്. ഞാനല്ല ആ കണി വെച്ചത്. കണി വെച്ചവരോട് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കൂ വിഷുക്കണി റോഡുമേൽ വെക്കാൻ പാടില്ല എന്നുള്ളത്. അല്ലാതെ എന്നോടല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മതപരമായിട്ടുള്ള നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കൂ, റോഡുമേൽ കണി വെക്കാൻ പാടില്ലായിരുന്നു, അത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് അവരെ പറഞ്ഞു ബോധിപ്പിക്കൂ, എന്നെയല്ല പറഞ്ഞു ബോധിപ്പിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനൊക്കെ ജസ്ന സലീം എന്ന് പറഞ്ഞ് തലയിലേക്ക് എടുത്തിടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ആ റോഡുമേൽ കണി വെച്ചത്, അല്ലാതെ ഞാനോ എൻ്റെ വാപ്പയോ അല്ല പോയിട്ട് റോഡുമേൽ കണി വെച്ചത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നല്ലവരായ ഹൈന്ദവ വിശ്വാസികളോട് ആദ്യമായിട്ടൊരു ക്ഷമ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഹൈന്ദവ മതവിശ്വാസത്തെ മോശപ്പെടുത്താനോ അവരുടെ മുന്നിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനോ വേണ്ടിയല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ജസ്ന സലീം എന്ന് പറയുന്ന ആ സ്ത്രീയെപ്പറ്റി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണ്. എന്നപ്പോൾ ജസ്ന സലീം പറയുന്നുണ്ട്, ഹൈന്ദവ മതവിശ്വാസികൾ ആണ് റോഡുമേൽ ആ കണി കൊണ്ടുവച്ചത് എന്നും തന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നും തന്നെയും തൻ്റെ വാപ്പാനെയും പഠിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട എന്നും അത്തരം മതപരമായ കാര്യങ്ങൾ ഹൈന്ദവ വിശ്വാസികൾ അവരെ തന്നെ പോയി പഠിപ്പിച്ചാൽ മതി, അവരാണത് ചെയ്തത്, ഞാനല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശശികല ടീച്ചർ ഇന്നലെ പറഞ്ഞിരുന്നു, ഹൈന്ദവ മതവിശ്വാസങ്ങളെ റോഡിലേക്ക് വലിച്ചിരിക്കുന്നത് മോശപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ടിരുന്നു. അതിനോടും നമ്മളെ ജസ്ന സലീം എന്ന് പറയുന്ന ബ്ലോഗർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അവർക്ക് വിളിച്ച് മറുപടി ഫോണിൽ തന്നെ കൊടുത്തു എന്നാണ് ജസ്ന പറയുന്നത്. അതിലും മുപ്പത്തിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റോഡുമേൽ കണിവെച്ച് കണ്ണൻ്റെ ഫോട്ടോ വെച്ച് എനിക്ക് കോടികൾ സമ്പാദിക്കാൻ പറ്റുമോ എന്ന് കൂടി ഒരു അപഹാസ്യ സ്വരത്തിൽ ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന ബ്ലോഗറുടെ പ്രവൃത്തി. തീർച്ചയായിട്ടും അവർ പറയുന്നത് കേട്ടാൽ നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ വരെ വേറൊരു മതത്തിനെ പറ്റി കുറ്റം പറയുന്നു, ഇന്ന് നേരെ തരതിരിച്ച് ഹൈന്ദവ മതവിശ്വാസികളെ തെറി പറയുന്നു. എന്താണ് ഇവർക്ക് പറ്റിയത് എന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് ഇവരുടെ ലക്ഷ്യം? എങ്ങനെയെങ്കിലും ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലണം. പണ്ട് ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്ന ഈ സ്ത്രീ കണ്ണൻ്റെ ഫോട്ടോ വരച്ച് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും നല്ല മനസ്സിനുടമയാണ് എന്ന് വിചാരിച്ച് ഹൈന്ദവ വിശ്വാസികൾ ഇവിടെ കൈനീട്ടി സ്വീകരിച്ചു. അതാണ് ഇവിടെ ഇന്ന് കൊണ്ട് ചെത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഇന്ന് ഹൈന്ദവ മതവിശ്വാസികളെ മൊത്തം അപമാനിച്ചിരിക്കുകയാണ് നമ്മൾ ജസ്ന സലീം എന്ന് പറയുന്ന ഈ വ്യക്തി. നടു റോട്ടിൽ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അതിനുശേഷം കണ്ണനെ പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ആ മതത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ടല്ല എന്ന് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പറയുന്നത് കേട്ടാൽ നിങ്ങളുടെ മതവിശ്വാസം തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹൈന്ദവ മതവിശ്വാസികളെ പോയി പഠിപ്പിക്കണം, എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന സ്ത്രീ പറയുന്നതോടുകൂടി തന്നെ ആ സ്ത്രീയുടെ ഉള്ളിൽ എന്താണ് ഉള്ളത്? ഒരു മതത്തോടും യാതൊരു ബഹുമാനവും അതുപോലെ തന്നെ ആദരവും അതുപോലെ സ്നേഹവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇത് എന്നുള്ള യാതൊരു സംശയവുമില്ല. വർത്തമാനത്തിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴുണ്ടായ ഈ വിവാദത്തെക്കുറിച്ച് ജസ്ന സലീം പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി. ആരോ എന്തോ ചെയ്തതിന് എൻ്റെ മെക്കിട്ട് കയറാൻ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ മക്കളെ? എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വരുന്ന വഴിക്ക് അവിടെ റോഡുമേൽ എല്ലാവരും ക്യൂ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. റോഡുമേൽ പിന്നെ കണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്തു. വീഡിയോ എടുത്തപ്പം ജസ്ന സലീം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ റോഡ് സൈഡിൽ പിന്നെ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? എനിക്ക് അവിടെ ഗുരുവായൂർ നടയിൽ പോയിട്ട് അല്ലെ റോഡുമ്മ പോയിട്ട് കണി വെച്ചിട്ട് ദേ ഞാൻ വെച്ച കണിയാണെന്ന് പറയാൻ? എല്ലാവരും അവിടെ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു വീഡിയോ എടുത്തു. അപ്പം പിന്നെ അടുത്ത ഗോസിപ്പ് എന്താ വെച്ചാൽ ജസ്ന സലീം കണ്ണനെ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒരു അറിവിൽ ഞാൻ വരയ്ക്കുന്ന കണ്ണന് ഉണ്ണിക്കണ്ണനാണ്. ഞാൻ പറയുന്നത് കേട്ടില്ല, ആരോ എന്തോ ചെയ്തതിന് എൻ്റെ മേത്തേക്ക് കയറാൻ വരണ്ട എന്നും
അതിന് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ഹൈന്ദവ മതവിശ്വാസികളോട് ഇപ്പോൾ ജസ്ന സലീം ചോദിക്കുന്നത്. അതുപോലെ തന്നെ തനിക്കെന്താ തലക്ക് ഭ്രാന്തുണ്ടോ? കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്ത് റോഡുമേൽ കൊണ്ടുപോയി ഇശുക്കണി ഒരുക്കി അതിൽ പോയി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇട്ടതിന് ശേഷം ആ വ്യക്തി പറയുന്നത് എനിക്കെന്താ തലക്ക് ഭ്രാന്തുണ്ടോ ഇതൊക്കെ ചെയ്യാൻ, അതേതോ ഹൈന്ദവ മതവിശ്വാസികൾ ചെയ്തതാണ് എന്നും മുസ്ലിം കാരിയായ ഞാനല്ലാതെ ചെയ്തത് എന്നാണ് മുപ്പത്തിയുടെ വെപ്പ്. തീർച്ചയായിട്ടും അതിന് ശശികല ടീച്ചർ പറഞ്ഞ മറുപടി കുറഞ്ഞു പോയോ എന്നാണ് എനിക്ക് സംശയം. ഈ സ്ത്രീയോട് എന്ത് പറഞ്ഞാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക എന്ന് മനസ്സിലാവുന്നില്ല. താൻ ഉണ്ണിക്കണ്ണനെയാണ് ഉമ്മ വെച്ചത്, അല്ലാതെ ശ്രീകൃഷ്ണനെ അല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതെല്ലാം എന്തിനാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഏക ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. നല്ലവരായ മതവിശ്വാസികളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇത്തരം ആൾക്കാർ സമൂഹത്തിൽ എന്താണോ ചെയ്യുന്നത്, എന്തിനാണോ ചെയ്യുന്നത്, നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പൊക്കിപ്പിടിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ പുറകിൽ ഒരുപാട് ശക്തികളുണ്ട്. അവരാണ് ഇവരുടെ ഊർജം, അവരാണ് ഇവരുടെ ശക്തി. ഇവരൊരു മതത്തെ വ്രണപ്പെടുത്തുകയാണ്, അതിനെ വിറ്റ് കാശാക്കുകയാണ് എന്ന് പച്ച മലയാളത്തിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുവരെ ആൾക്കാർ വിചാരിച്ചത് അവർ ഉണ്ണിക്കണ്ണനോടുള്ള സ്നേഹം കൊണ്ട് ചിത്രം വരയ്ക്കുന്നു, കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, അവിടെ ഫോട്ടോ സമർപ്പിക്കുന്നു, അതിനുശേഷം ഫോട്ടോ എടുക്കുന്നു, ഇങ്ങനെയൊക്കെ വിചാരിച്ച കുറച്ച് ഹൈന്ദവ മതവിശ്വാസികളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാവും. എന്നാൽ അത് 100% തെറ്റാണ്. ആ ഹൈന്ദവ മതവിശ്വാസികളെയാണ് ഇന്ന് കൂട്ടത്തോടെ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ വ്യക്തി തള്ളിപ്പറഞ്ഞത്. മനസ്സിലായില്ലേ? അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് അങ്ങനെ ഉണ്ണിക്കണ്ണനെ പോയി ഉമ്മ കൊടുത്ത് അല്ലെങ്കിൽ റോഡുമേൽ വെച്ച് കഴിക്കാൻ തലക്ക് ഭ്രാന്തൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ കൃഷ്ണനോടുള്ള സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ വ്യക്തി ഒരു കൃഷ്ണഭക്തയോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസിയോ ഒന്നും തന്നെയല്ല. രണ്ടും കെട്ട രീതിയിലാണ് അവരുടെ ജീവിതം. ഒരു യഥാർത്ഥ മതവിശ്വാസി ജീവിക്കുന്ന യാതൊരു ജീവിതവുമല്ല ഇത്രയും കാലം ജീവിച്ചതും ഇനി ജീവിക്കാൻ പോകുന്നതും. എന്നാൽ അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. എന്തിനാണ് ഈ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഇത്തരം കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് അതൊരു മതത്തെ വ്രണപ്പെടുത്തി മറ്റൊരു മതത്തെ പ്രീതിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മതത്തിലുള്ള ആൾക്കാർ അങ്ങനെ അവരെ അംഗീകരിക്കുമെന്ന് വിചാരിച്ച് അവർക്ക് തെറ്റി. ഇന്ന് നല്ല ഹൈന്ദവ മതവിശ്വാസികളായ ഒരുപാട് സ്ത്രീകൾ വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടു. കുറ്റിച്ചൂലെടുത്ത് അടിക്കുമെന്നും അതുപോലെ തന്നെ ഇനി എങ്ങാൻ ഗുരുവായൂർ കണ്ട കാലടിച്ചൊടിക്കുമെന്ന് വന്ന് പറഞ്ഞ ഒരുപാട് സ്ത്രീകൾ നമ്മൾ റിയാക്ഷൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്തരം സ്ത്രീകളെ നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഈ ഒരു സ്ത്രീ ഇസ്ലാം മതവിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം കുറച്ച് ആൾക്കാരെങ്കിലും അവർ ഇതിനെ മുന്നേ സപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ അവർ കൂടി ഇന്നത്തെ ഒരു ദിവസത്തെ ഈ തെറി പറച്ചിലോടുകൂടി അവർക്കും മതിയായി. തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ജസ്ന സലീം എന്നാണ് പറയാനുള്ളത്. കണ്ട ഏറ്റവും വേറിട്ട മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് തട്ടമിട്ട 2-3 സ്ത്രീകൾ വേറെയും എന്ന് ഗുരുവായൂർ അമ്പലത്തിൽ എത്തി എന്നുള്ളതാണ്. കാരണം ജസ്ന സലീം വൈറലാവുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഒന്ന് വൈറലാകാമെന്ന് കരുതി വന്ന സ്ത്രീകളാണ്. അവരുടെ ഫോട്ടോ കൂടി നമുക്കൊന്ന് കാണാം. ലാസ്റ്റ് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴാൻ വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോ ഒളിച്ചോടി പോണതിന്റെ മുന്നേ ഞാന് ഇനി അങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ, നമ്മള് വേറൊരു മതത്തിക്കായി കഴിഞ്ഞാല്. അപ്പൊ ഞാൻ അമ്മോടും ഒരുപാട് ഗുരുവായൂർ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോൾ ഗുരുവായൂരേക്ക് പാഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ട്രെൻഡിങ്, അവിടെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ പോയാൽ നമുക്ക് ജനശ്രദ്ധ നേടാം. അതുപോലെ തന്നെ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഫേമസ് ആക്കാൻ കുറച്ച് സബ്സ്ക്രൈബറിനെ കിട്ടും എന്നുള്ള ഒരു റീച്ചിന് വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ലാതെ ഗുരുവായൂർ അമ്പലത്തിനോടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ മതത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടൊന്നുമല്ല. അങ്ങനെ മതത്തോട് സ്നേഹമുണ്ടെങ്കിൽ ജസ്ന സലീമിനൊക്കെ എന്നേ മതം മാറിയിട്ട് ആ മതത്തിൽ പോയി സുന്ദരമായി ജീവിച്ച് ഗുരുവായൂർ പോവുകയോ ശ്രീകൃഷ്ണനെ ആരാധിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊന്നും ആരും ഇവിടെ എതിര് പറയുന്നില്ല. ആ സ്ത്രീയുടെ കാപട്യത്തെയാണ് അല്ലെങ്കിൽ പച്ചയായ കള്ളത്തരങ്ങളെയും മാത്രമാണ് തുറന്നു കാണിക്കാൻ വേണ്ടി നമ്മളും അതുപോലെ തന്നെ മറ്റ് യൂട്യൂബ് ചാനലുകളും ശ്രമിക്കുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതിനുശേഷം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി മുപ്പത്തി പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഉണ്ണിക്കണ്ണനെ ചുംബിക്കുന്ന ആ
ഒരു രംഗത്തിനെതിരെയാണ് ശശികല ടീച്ചർ അടക്കമുള്ളവർ ഇന്നലെ രംഗത്ത് വന്നത്. തീർച്ചയായിട്ടും അത് കേസിലേക്ക് പോവുകയാണ്. ഒരുപാട് ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ തീർച്ചയായിട്ടും അടുത്തതിനെതിരെ കേസെടുക്കുന്നതാണ്. ആ വീഡിയോ കൂടി നമുക്ക് കണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയെങ്കിലും ഇത്തരം വീഡിയോകളും അതുപോലെ തന്നെ ഇത്തരം ആൾക്കാരെയും പൊക്കിക്കൊണ്ട് നടക്കുന്ന ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ എടുത്ത് ചാടാൻ വേണ്ടി പാടില്ല. ഇത്തരം ആൾക്കാരെ പൊന്തിച്ചു കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് തന്നെ അവസാനം അതൊരു ഭാരമായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. നമുക്ക് അവസാനമായി ഉണ്ണിക്കണ്ണനെ ചുംബിക്കുന്ന ആ വീഡിയോ ഒന്ന് കാണാം.